ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ബ്രൈഡൽ വർക്ക് നമുക്ക് തുടരാം. നമ്മുടെ അനാർക്കലി അതായത് പാനൽ കട്ടിങ്ങിൻ്റെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പോയി കാണാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് ഭാഗത്തിൻ്റെ ചീത്ത വശത്ത് ലൈനിങ് പീസ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ പിൻ ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഫ്രണ്ട് ഭാഗം നമ്മൾ നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് അത് വേറൊരു തുണിയിൽ വെച്ചിട്ട് നല്ല ഭാഗത്ത് വെച്ച് മറിച്ചടിക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് ഭാഗം നമ്മൾ ഒരു ലൈനിങ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ലൈനിങ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുവാണ്. ഇനി ബാക്ക് പീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബാക്ക് പീസിൽ ലൈനിങ്ങിൻ്റെ ഭാഗം എടുക്കുക, ലൈനിങ് എടുക്കുക. എന്നിട്ട് നമ്മൾ നെറ്റല്ലടോ നെക്ക്. അപ്പോൾ നെക്കിൻ്റെ വിടുത്ത് 3.5 ഇഞ്ച് എടുക്കുക. എന്നിട്ട് താഴോട്ട് ഒരു 2.5 ഇഞ്ച്. ഈ വിടുത്തും ലെങ്ത്തൊക്കെ അവനാൻ്റെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇത് ബാക്ക് വല്ലാതെ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 2.5 കൊടുക്കുന്നത്. ഇനി കൂടുതൽ വേണ്ടവർക്ക്, വൈഡായിട്ട് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യണത് റൗണ്ടിനൊക്കെ. അപ്പോൾ അത് ബാക്കിലെ ലൈനിങ് പീസിലാണ് ചെയ്യണത്. ഇത് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യുവാണ്. ഇനി ഈ കട്ട് ചെയ്ത പീസ് നമ്മൾ കട്ട് ചെയ്ത പാനൽ കട്ട് ചെയ്തിട്ടില്ലായിരുന്നോ, ആ പീസിൽ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് നല്ല വശത്ത് വെച്ചിട്ട് ചീത്ത വശത്തോട്ട് മറിച്ചടിക്കുവാണ് ചെയ്യണത്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. വീഡിയോ ലാഗ് ആവുന്നുണ്ടെങ്കിൽ സോറി, നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വോയിസ് ഓവറിൽ വരുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങ് പോവുകയാണ്. കഴിയണതും ശരിയാക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ചെയ്യണതെല്ലാം കറക്റ്റാണ്. അത് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പം നല്ല വശത്ത് നമ്മൾ ബാക്ക് നെക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം അതിന് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കാം. ബാക്ക് നെക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ നെക്കിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടിട്ട് അതായത് നമ്മുടെ നല്ല പീസിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടിട്ട് നമ്മുടെ ഇവിടുന്ന് നമുക്ക് 3.5 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ 3.5 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടയാളപ്പെടുത്തിയിട്ട് വേണം നമ്മൾ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. ബാക്ക് നെക്ക് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് നമുക്ക് ക്യാൻവാസിൽ വെട്ടിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3.5 ഇഞ്ചും ഇത് കണ്ടോ ഫസ്റ്റ് 6.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് 7 ഇങ്ങനെ കൊടുത്തിട്ടാണ് ഉള്ളത്. ഒന്ന് കുറച്ച് വൈഡായിട്ട് ഫ്രണ്ടിൽ കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അത്രയും കൂട്ടലും കുറക്കലൊക്കെ ചെയ്യാം കേട്ടോ. ഇനി വലിയ വൈഡൊന്നും വേണ്ടെന്നുണ്ടെച്ചെങ്കിൽ 3 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി. നല്ല വൈഡ് വേണമെന്നുണ്ടെച്ചെങ്കിൽ 4 ഇഞ്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 3.5 ഇഞ്ച്, നല്ല വൈഡും അല്ല എന്നാൽ ചെറിയതും അല്ല, അങ്ങനൊരു നല്ല ഒരു പാകത്തിനുള്ളൊരു വൈഡായിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ ഇതാണ്. ഓക്കെ, ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു വർക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ടാണ് ഈ വർക്ക് ഫുള്ളായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പാർട്ടായിട്ടാണ് ഞാൻ എത്തിച്ചു തരുന്നതെങ്കിലും ഇതൊരു ദിവസം കൊണ്ട് ചെയ്ത വർക്കാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ക്ഷീണമുണ്ടെങ്കിലും നമ്മൾ അത് മൈൻഡ് ചെയ്യൂല അല്ലേ. നമുക്ക് അതിനോടുള്ള ആ ഒരു അത് തീർക്കണം, അത് തീർത്തിട്ട് കാണണം, അതിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പെട്ടെന്ന് ചെയ്ത് തീർക്കണതാണ്. നമ്മൾ ചെയ്ത് എടുക്കുന്നത് നല്ല ഭംഗിയിൽ അവരിട്ട് കാണുമ്പോൾ അത് നമ്മുടെ മനസ്സിന് തരുന്ന സന്തോഷം അത് വേറെ തന്നെയാണ്. അപ്പോൾ കാണുന്നവർ വെറുതെ ഇരിക്കരുത്, നിങ്ങളിത് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളും തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നിങ്ങളെ കൊണ്ട് കഴിയണത് പോലെ. ഫസ്റ്റിൽ തന്നെ ലാഗ് ആക്കാതെ എന്ത് ചെയ്യണം, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഫസ്റ്റൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് തരുന്ന ആളുകളുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ കഴിയണതും ബിഹേവിയർ അല്ലേ, നമ്മുടെ സ്വഭാവം ഒക്കെ ഒന്ന് നന്നായിട്ട് അവരെ എൻഗേജ് ആയിട്ട് നിർത്താൻ നോക്കുക. അതൊക്കെ നമ്മുടെ ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. അവരെ കൺവിൻസ് ചെയ്യുക എല്ലാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ലൈനിങ് പീസിലാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. നല്ല പീസ് ഉണ്ടെങ്കിൽ നല്ല പീസിൽ കൊടുക്കാം. പക്ഷെ അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകുന്ന തുണി ആയതുകൊണ്ട് നല്ല പീസിൽ കൊടുക്കാതെ ലൈനിങ്ങിലാണ്
ഇത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ, കട്ട് ചെയ്ത് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ മറിച്ച് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മടക്കി കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിങ്ങ് അങ്ങനെ മടക്കി കൊടുക്കുകയാണ്. അങ്ങനെ മടക്കി കൊടുത്ത് അടിക്കുക എല്ലാ സൈഡിലും കേട്ടോ. അങ്ങനെ ഒരുപോലെ അടിച്ച് നല്ല വൃത്തിക്ക് ആക്കി വെക്കുക. എന്നിട്ട് ഫ്രണ്ട് പീസ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് 3.5 ഇഞ്ച് അങ്ങോട്ടും 3.5 ഇഞ്ച് ഇങ്ങോട്ടും നമ്മൾ വിടുത്ത് അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നിങ്ങൾ 3 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടെങ്കിൽ 3 ഇഞ്ച് അടയാളപ്പെടുത്തുക, 3.5 ആണെങ്കിൽ 3, അല്ലെങ്കിൽ 4 ആണെങ്കിൽ 4, അങ്ങനെ അടയാളപ്പെടുത്തുക കേട്ടോ. ഞാനിവിടെ 3.5 എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 3.5 ഇഞ്ചാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഇതുപോലെ വെക്കുക, എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. പിൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ നെക്കിൻ്റെ അരികിലൂടെ തന്നെ അടിക്കുക. എന്നിട്ട് നമ്മൾക്ക് കട്ട് ചെയ്യാണ് ചെയ്യണത്. ഇതൊക്കെ സ്പീഡിൽ കാണിക്കുകയാണ് കേട്ടോ. ഇനി ഇതിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അത് ചോദിക്കുക, പറഞ്ഞു തരുന്നതാണ്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു അരികിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടുന്നത്. ആ ഷേപ്പിനാണല്ലോ നമ്മൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഷേപ്പ് കിട്ടാതിരുന്നാൽ അതിലൊരു അർത്ഥമില്ല. അതുകൊണ്ട് നമുക്ക് ആ അരികിലൂടെ തന്നെ അടിച്ചു കൊടുക്കണം. എന്നിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, ഒന്ന് ടെക്കിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്കത് മറിച്ചിടുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ കിട്ടുന്നത്. ഇനി ഇത് മറിച്ചിട്ടിട്ട് നമുക്ക് ഒന്നെങ്കിൽ പ്രസ് അടി കൊടുക്കാം. ഞാനിവിടെ പ്രസ് അടിയാണ് കൊടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ നമുക്കത് ഹമ്മിങ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്യാം. ഇനി നമുക്ക് ബാക്ക് പീസ് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്കൊന്ന് അതിൻ്റെ നെക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല സൈഡിലാണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ, നല്ല ഭാഗത്താണ് നമ്മൾ അടിക്കുന്നത്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. അടിച്ചതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ഭാഗത്തെ പീസിൻ്റെ കൂടെ തന്നെ ബാക്ക് ഭാഗ് നമ്മൾ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഭാഗവും ഒരുമിച്ച് വെച്ച്, അതായത് നമ്മൾ ലൈനിങ് അല്ല വെക്കുന്നത്, നല്ല ഭാഗം, അതായത് നല്ല തുണി, മറ്റേ നല്ല തുണി, ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല തുണിയോട് കൂടി ഇതൊന്ന് കണ്ടു നോക്ക് കേട്ടോ. പറയണേക്കാളും കാണുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുക. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മളത് ലൈനിങ് പീസ് മറക്കുകയാണ് ചെയ്യണത്. കണ്ടിട്ട് മനസ്സിലാവാത്തവർ ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി കാണണം കേട്ടോ. അപ്പോൾ കൂടുതൽ മനസ്സിലാകും. കണ്ടിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഞാൻ കുറേ ഇങ്ങനെ വായിട്ട് അലച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നില്ല. എന്നിട്ടിത് സ്റ്റിച്ച് ചെയ്യാം. 2 ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. അപ്പം നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ഈ ഒരു ഭാഗം ഉള്ളിലോട്ട് പോകും, അത് കാണൂല. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ നോക്ക്, നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം കണ്ടോ, ഉൾഭാഗം നല്ല നീറ്റായിട്ട് നിൽക്കുന്നുണ്ട്, ഫ്രണ്ട് ഭാഗവും നമുക്ക് നീറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് ഭാഗത്തിൻ്റെ നെക്ക് ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് അടി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഒന്ന് പ്രസ് അടി കൊടുക്കാം. എന്നതിന് ശേഷം ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഞാൻ ഓടിച്ച് കാണിക്കാണ് കേട്ടോ. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് എപ്പോഴും കാണിക്കുന്നതാണ്. പിന്നെ ഞാൻ ഓടിച്ച് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ മാത്രമായിട്ട് കാണുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. മുന്നത്തെ വീഡിയോ ഒന്നും കാണാതെ ഫസ്റ്റിൽ തന്നെ ഈ വീഡിയോ കാണുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അവർക്കും കൂടെ അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇത് ഓടിച്ചിട്ടാണെങ്കിലും ഇതിലും കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബാക്ക് നെക്ക് നമുക്ക് പ്രസ് അടി കൊടുത്തു. അപ്പോൾ അതങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ സ്ലീവൊക്കെ വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റിൽ തന്നെ. അപ്പോൾ ആ ഒരു സ്ലീവ് വെക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫ്രണ്ട് ഭാഗം നമുക്ക് ഒന്ന് ഇറക്കി വെട്ടി കൊടുക്കണം. അത് നിങ്ങൾ വെട്ടി കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രണ്ട് ഭാഗം സ്ലീവിൻ്റേതായാലും നമ്മുടെ ഫ്രോക്കിൻ്റെ ബോഡി പാർട്ടാണെങ്കിലും നമ്മൾ ആ ഒരു ഭാഗം ഫ്രണ്ടിൻ്റെ ആ ഒരു കൈക്കുഴിൻ്റെ ഭാഗവും സ്ലീവിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്ന ആ ഒരു ഭാഗവും ചെറുതായിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മളൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. അതെല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്, എന്നാലും ഞാൻ ഫസ്റ്റ് കാണുന്നവർക്കായിട്ട് വീണ്ടും പറയുവാണ്. ഇനി നമ്മൾ ഇത് ജോയിൻ ചെയ്യാണ്. സ്ലീവ് 2 സൈഡും ജോയിൻ ചെയ്ത സെൻറ്റർ ഭാഗം വെച്ചിട്ട് വേണം ജോയിൻ ചെയ്യാൻ. തുമ്പത്തുനിന്ന് കൊണ്ടുവരരുത്. സെൻറ്റർ ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ 2 സൈഡും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും വലിപ്പം.
രണ്ട് സൈഡിലും സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കൂട്ടി യോജിപ്പിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് സ്ലീവിൻ്റെ അവിടുന്ന് തുടങ്ങുക. ഇതിൽ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ, നമ്മുടെ ആ ഒരു ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് കൈക്കുഴിയും തമ്മിൽ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും തമ്മിൽ യോജിക്കുന്ന ആ ഒരു ഭാഗം, ആ ഒരു ഭാഗത്ത് നിങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ആ ഒരു ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ട് തെന്നി പോവാതിരിക്കും. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഈസി ആയിട്ട് തന്നെ പോകാം. കാരണം നമുക്ക് 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ തയ്യൽ തുമ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ചിൽ തന്നെ അടിച്ച് താഴോട്ട് അങ്ങനെ പോയാൽ മതി. നമുക്ക് കൂടുതൽ മറ്റേ ഒരു ചുരിദാറിൻ്റെ പോലെ 1 ഇഞ്ചും 1.5 ഇഞ്ചൊന്നും നമുക്ക് തയ്യൽ തുമ്പ് ഉണ്ടാവില്ല. പിന്നെ സ്ലീവും തന്നെ നമ്മൾ ഷേപ്പ് ആക്കുന്നില്ലല്ലോ, 1/2 ഇഞ്ച് കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ പോവുകയല്ലേ ചെയ്യണത്. അപ്പോൾ പിന്നെ നിങ്ങളുടെ വീതിക്ക് അനുസരിച്ച് കേട്ടോ, വീതി നിങ്ങൾക്ക് അത്രയും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതങ്ങനെ അങ്ങോട്ട് യോജിപ്പിച്ച് പോയാൽ മതി. എന്നിട്ട് ഇവിടെ ഈ ഒരു ഭാഗം വരുമ്പോൾ അവിടെ നിർത്തുക. എന്നിട്ട് നമ്മളിനി ലൈനിങ് വേറെയും ഷേപ്പാക്കുന്നത്, അതുപോലെ ഉൾഭാഗത്ത് വേറെയുമാണ് ഷേപ്പാക്കുന്നത്. അപ്പോൾ ഉൾഭാഗം ഫസ്റ്റ് ഷേപ്പാക്കി കൊടുക്കുക, എന്നിട്ട് ലൈനിങ് ഷേപ്പാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലൈനിങ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ കാണിക്കാം, ഒന്ന് കണ്ടു നോക്ക്. ആദ്യം 2 സ്ലീവും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം, എന്നിട്ട് കാണിക്കാം. ഇനി ഇവിടുന്ന് താഴോട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് അടിയിലിട്ടോ ഒരു 1/2 ഇഞ്ചിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കോളൂ. 2 സൈഡിലും അതുപോലെ സ്റ്റിച്ച് ചെയ്യുക, ലൈനിങ്ങും സ്റ്റിച്ച് ചെയ്യുക. എന്നതിന് ശേഷം താഴെ നമ്മളൊരു വർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് താഴെ ഒരു ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഈ ഒരു സമൂസ ലൈസ് തന്നെയാണ് ഇവിടെയും വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഇത് വേറൊരു ഭംഗിയല്ലേ, നമ്മൾ ആ ഒരു റൗണ്ട് കൊടുക്കുന്നതിനേക്കാളൊരു ഭംഗി ബ്രൈഡലിൻ്റെ ഡ്രസ്സാകുമ്പോൾ നമുക്ക് ഒന്നും കൂടി എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇത് ആ റൗണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പോവുക. പിന്നെ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവരും കണ്ടിട്ട് അങ്ങ് പോവരുത്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അതുപോലെ ലൈക്ക് ചെയ്തിട്ടും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇഷ്ടമായിന്നോ എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ ഒന്നിടും ചെയ്യുക. അപ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ നിങ്ങളിത് കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാവും ചെയ്യുമല്ലോ അല്ലേ. അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി നിങ്ങളുടെ മുന്നിലോട്ടൊരു വീഡിയോ ഇട്ട് തരുമ്പോൾ അതിനൊരു റെസ്പോണ്ട് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനൊരു എനർജി ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരമില്ലാത്ത വീഡിയോ അല്ല, എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അപ്പോൾ പ്ലീസ് സപ്പോർട്ട്. താങ്ക് യു.